പൗലോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട് കേട്ടോ. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഓടി വരാം. ഫിലിപ്പ് ലേഖനത്തിലാണ് ആ പ്രാർത്ഥന. ഞാൻ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താ അങ്ങനെ പ്രാർത്ഥിച്ചത്? നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കുക, ഈ വെള്ളം വീഞ്ഞാക്കിയ ശക്തി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു, 5 അപ്പോൾ 5000 ആക്കിയത് പറഞ്ഞാൽ ഒന്നും കൊള്ളായിരുന്നു. പക്ഷെ പൗലോസിൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്കറിയേണ്ടത് യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് എന്തു സംഭവിച്ചു എന്നറിയണം. അതെന്താ യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് സംഭവിച്ചതിന് പ്രത്യേകത? ലാസറിൻ്റെ കല്ലറയ്ക്കൽ പുറത്തു വരാൻ പറയാൻ ഒരു ശബ്ദമുണ്ടായിരുന്നു. നയ്യിൻ്റെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മഞ്ചത്തിൽ തൊടുന്ന ഒരു കരം അവിടെ ഉണ്ടായിരുന്നു. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും തലീഥ കൂമി എന്ന് പറയാൻ ഒരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കല്ലറയ്ക്കൽ പുറത്തു നിന്ന് ഒരു മനുഷ്യൻ്റെയും സ്വാധീനമില്ല. തന്നെയുമല്ല, സുഗന്ധവർഗമിട്ട് റൂമാലിട്ട് കെട്ടി കല്ല് വെച്ച് മുദ്ര വെച്ച് പടയാളികളെ കാവൽ നിർത്തിയിട്ടുണ്ട്. പുറത്തു നിന്ന് ഒരു സ്വാധീനം കൊണ്ടും ആ കല്ലറയ്ക്ക് വെളിയിൽ വരാൻ ഒരുത്തനെ കൊണ്ടും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പുറത്തു നിന്നൊരു സ്വാധീനമില്ലാതെ, ഒരു ശബ്ദമില്ലാതെ, മറ്റൊരുത്തൻ വിളിച്ചു പറയാതെ ആ കല്ലറയ്ക്കകത്തു നിന്ന് ക്രിസ്തു എഴുന്നേറ്റ് വന്നെങ്കിൽ അതിനകത്ത് നടന്നത് എന്താണെന്ന് എനിക്കറിയണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, ആർക്കും ഇടപെടാൻ കഴിയാത്ത, ആർക്കും ചലിപ്പിക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഏത് ശക്തിയുണ്ടോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, അത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ, ഏത് ഭാരവുമായിട്ടാ വന്ന് അതിനെ തകർക്കാൻ കഴിയുന്ന ഒരു അത്യന്ത ശക്തി ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിനകത്ത് വ്യാപരിക്കട്ടെ, മാനസിക പ്രയാസത്തിനകത്ത് യേശുവിന്റെ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ക്രൂശ് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം കൂടിയാ.